ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കാത്ലൈൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളുടെ മെയിൽ കാറ്റ്സിന് വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസിനെ കുറിച്ചാണ്. അതായത് FLUTD, ഫെലൈൻ ലോവർ യൂറിനറി ട്രാക്ട് ഡിസീസ്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ മെയിൽ കാറ്റ്സിനാണ് വരുന്നത്. ഒരു 5 വയസ്സിന് താഴെയുള്ള കാറ്റ്സിനാണ് കൂടുതലായിട്ട് ഈ ഡിസീസ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സിന് ഇൻഡോർ ആയിട്ട് നിങ്ങൾ വളർത്തുന്ന പെറ്റ്സ് ആണെങ്കിൽ അസുഖം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഡ്രൈ ഫുഡ് മാത്രം ഫീഡ് ചെയ്യുന്നുള്ള കാറ്റ്സിനാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റ്സ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ അവർ ഫുഡ് കഴിക്കാൻ മടുപ്പ് കാണിക്കും. അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂറിനേറ്റ് ചെയ്യുന്ന അവിടെ പോയിരുന്നിട്ട് യൂറിൻ വരാതെ ഭയങ്കരമായിട്ടും കരയുന്നതും അതുപോലെ തന്നെ അസ്വസ്ഥത കാണിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. യൂറിൻ്റെ കൂടെ ബ്ലഡ് വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ എപ്പോഴും ഡൾ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. അവരുടെ ശരീരത്തിൽ ഒരു യൂറീമിക് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റ്സിനെ വെച്ചുകൊണ്ടിരിക്കാതെ എമർജൻസി ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം ഈ FLUTD നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി യൂറിൻ അനാലിസിസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്റേയും സ്കാനിങ്ങും വഴിയൊക്കെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ ഇൻഫെക്ഷൻ യുറേത്രയിലും അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡറിലും ഒക്കെ അഫക്ട് ചെയ്ത് ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെറ്റ് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള കാറ്റ്സ് മെയിൽ കാറ്റ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ഡ്രൈ ഫുഡ് മാത്രം ഫീഡ് ചെയ്യാതെ അവർക്ക് വെറ്റ് ഫുഡ് കൂടെ ഇടയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് അവർക്ക് ആവശ്യത്തിന് വെള്ളം അവൈലബിൾ ആക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ഒരു ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.